ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ നാർസിസ്റ്റുകളെ പറ്റി ചെയ്ത ഇത്രയും നാളത്തെ വീഡിയോകളിൽ നിന്നും നമ്മൾ നാർസിസ്റ്റുകളെ പറ്റിയിട്ട് നമുക്കൊരു ധാരണയുണ്ട്. എത്രത്തോളം ഇൻറ്റിമിഡേറ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരെന്നും, ഇവർ നമ്മളെ പരിചയപ്പെടുമ്പോഴും പിന്നീട് നമ്മൾ ഇവരുടെ കൂടെ ജീവിക്കുമ്പോഴും ഒക്കെ കാണുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഗ്രാൻഡിയോസ് ആയിട്ടുള്ള ഒരു സെൽഫ്, ഇവർ നമ്മളോട് കാണിക്കുന്ന ആ ഒരു സെൽഫ് നമ്മളെ എപ്പോഴും പേടിയുടെ മുന്നിൽ നിർത്തുകയും നമ്മളെ എപ്പോഴും കൺട്രോൾ ചെയ്യുകയും നമ്മളെ എപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യുകയും ഗിൽട്രിപ്പ് ചെയ്യുകയും ഇവരുടെ എല്ലാ ടാക്ടിക്കുകളും നമ്മൾ പ്രയോഗിക്കുകയും ചെയ്യുന്ന നാർസിസ്റ്റ്. ഈ ഒരു നാർസിസ്റ്റിനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ ഇവർ പേടിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇവർ ശരിക്കും പേടിക്കുന്ന, ഇവർ ശരിക്കും ഫ്രൈറ്റൻഡ് ആവുന്ന ചില മനുഷ്യരുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട്? ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരെന്ന് പറയുന്നത് ഇൻഡിഫറൻറ്റ് ഒബ്സർവർ. ഈ നാർസിസ്റ്റുകൾക്ക് ഒരിക്കലും സപ്ലൈ കൊടുക്കാത്ത ആൾക്കാർ. ഈ നാർസിസ്റ്റുകൾ ഏറ്റവും പേടിക്കുന്ന ഒന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് നാർസിസ്റ്റുകളെ പറ്റിയിട്ട് ഡസൻ കെയർ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്ന, അവരോട് ആ രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ആൾക്കാരെയാണ്. ഈ ടൈപ്പ് ഓഫ് ആൾക്കാർ എന്ന് പറയുന്നത് നാർസിസ്റ്റുകൾ ഏതൊക്കെ രീതിയിലുള്ള റേജ് കാണിച്ചാലും ഡ്രാമ കാണിച്ചാലും അവരുടെ ചാം കാണിച്ചാലും അതിലൊന്നും വീഴില്ല. ഇതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നാർസിസ്റ്റിക് സപ്ലൈക്ക് പിന്നിലുള്ള ന്യൂറോബയോളജി എന്താണെന്ന് മനസ്സിലാക്കണം. ഈ നാർസിസ്റ്റുകളുടെ തലച്ചോറ് എന്ന് പറയുന്നത് നാർസിസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്ന കാര്യത്തിനോട് ഫണ്ടമെന്റലി അഡിക്റ്റഡ് ആണ്. ഈ സപ്ലൈ എന്ന് പറയുന്നത് ഏത് ഫോർമാറ്റിലായാലും അവർക്ക് ഓക്കെയാണ്. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും, അത് പേടിയാണെങ്കിലും അത് കരച്ചിലാണെങ്കിലും അത് ദേഷ്യമാണെങ്കിലും ഒക്കെ അത് അവർക്കൊരു നാർസിസ്റ്റിക് സപ്ലൈ ആണ്. കാരണം ആ റിയാക്ഷൻ അവരുടെ ബ്രെയിനിന് ഒരു ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ടാക്കുന്നുണ്ട്. നെഗറ്റീവ്ലി ആണെങ്കിലും നിങ്ങൾ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളത് അവരെ ഒരു തരത്തിൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ റിയാക്ഷൻ കൊടുക്കുന്നതിലൂടെ നാർസിസ്റ്റിന് കിട്ടുന്നത് അയാൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും അയാൾക്ക് ഇപ്പോഴും ആൾക്കാരിൽ പവർ ചെലുത്താൻ പറ്റുന്നു എന്നുള്ള ഒരു വാലിഡേഷനാണ്. ഇവിടെ ഈ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ഒബ്സർവർ എന്ന് പറയുന്ന ആള് ശരിക്കും ഈ നാർസിസ്റ്റിന്റെ ഡോപ്പമിൻ കിട്ടുന്നതിൽ നിന്നും അവരെ തടസ്സപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ തടയുകയാണ് ചെയ്യുന്നത്. ഇവർ ആക്ച്വലി ക്രിയറോക്ക് മെത്തേഡ് യൂസ് ചെയ്യും. എപ്പോഴെങ്കിലും നാർസിസ്റ്റ് ഇവരുടെ അടുത്ത് ഒരു റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഇവർ ക്രിയറോക്ക് മെത്തേഡ് യൂസ് ചെയ്ത് ബോറിംഗ് ആയിട്ടുള്ള, റെസ്പോൺസീവ് ആയിട്ടല്ലാതെയുള്ള, ഇമോഷൻ കാണിക്കാതെയുള്ള ഒരു റെസ്പോൺസ് ഇവർക്ക് കൊടുക്കും. ഇവിടെ ഇവരിൽ നിന്നും ഒരു റിയാക്ഷൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റാത്തത് നാർസിസ്റ്റിനെ അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തും. സപ്ലൈ കിട്ടാതെ പട്ടിണിയാവുന്ന ഒരു അവസ്ഥയാവും നാർസിസ്റ്റിന്. ഈ NPD ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹെയ്റ്റ് ചെയ്യുന്നത് അവർക്ക് ഓക്കെയാണ്. എന്നാൽ അവരെ ഇഗ്നോർ ചെയ്യുന്നത്, അവർ ഇറലവന്റ് ആണെന്നുള്ള രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യുന്നത് അവരുടെ സൈക്കോളജിക്കൽ സർവൈവലിന് തന്നെ ഒരു വലിയ ത്രെട്ടാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ആളിൽ നിന്നും മാറിയിട്ട് ഈസി ആയിട്ട് അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന, റിയാക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു ടാർഗറ്റിലേക്ക് നാർസിസ്റ്റുകൾ സ്വിച്ച് ചെയ്യും. ഇതിന്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ്, ഇത്തരത്തിലുള്ള ആൾക്കാരിലേക്ക് നാർസിസ്റ്റുകൾ ഒരു മെസ്സേജ് അയക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു 3 പാരഗ്രാഫ് വലിയ മെസ്സേജ് അയക്കുകയാണ്. സംഭവിച്ച കാര്യങ്ങളെല്ലാം അവർക്ക് അനുകൂലമായിട്ട് എല്ലാം മാറ്റി എഴുതി ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി നിങ്ങളിൽ നിന്ന് ഒരു വാർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിയാക്ഷൻ ഞാൻ പറയാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഈ ആളിൻ്റെ നിന്ന് റിയാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വലിയ ടെക്സ്റ്റ് അങ്ങ് അയക്കുകയാണെന്ന് വിചാരിക്കുക. ഈ പറയുന്ന ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ഒബ്സർവർ എന്ന് പറയുന്ന വ്യക്തി ഇത് വായിച്ച ശേഷം അവർ ഫുൾ ഇത് വായിച്ച് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞൊരു മറുപടി കൊടുക്കുകയാണ്. നാർസിസ്റ്റ് അവിടെ തകർന്ന് തരിപ്പണമായി പോകും. ഇത് നാർസിസ്റ്റിന്റെ ബ്രെയിനിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ച പോലെ, അവർക്കൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയതുപോലെ ആയിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവർ റിട്രീറ്റ് ചെയ്യുകയായിരിക്കും, അവർ പിൻവാങ്ങുകയായിരിക്കും പിന്നീട് ചെയ്യുക. രണ്ടാമത്തെ കൈൻഡ് ഓഫ് ആൾക്കാർ എന്ന് പറയുന്നത് റാഡിക്കൽ ട്രൂത്ത് ടെല്ലേഴ്സ്. എല്ലാം വസ്തുതാപരമായി ചെക്ക് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ. ഇവർ എന്ന് പറയുന്നത് നാർസിസ്റ്റുകളുടെ ഷെയർഡ് ഡെലൂഷനിൽ ഒരിക്കലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആൾക്കാരാണ്. ഇവർ എന്ന് പറയുന്നത് വസ്തുതകൾ സംസാരിക്കുന്ന ആൾക്കാരാണ്, ഫാക്ട്സ് സംസാരിക്കുന്ന ആൾക്കാരാണ്, ഡേറ്റുകൾ വെച്ചിട്ട്, എവിഡൻസ് വെച്ച് മാത്രം സംസാരിക്കുന്ന ആൾക്കാരാണ്. ഇതിൽ ഇവരെ നാർസിസ്റ്റുകൾ പേടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന്റെ ശാസ്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് ഒരു ഫാൾസ് സെൽഫ് ഉണ്ട്. എപ്പോഴും അവരുടെ സെൽഫ് എന്ന് പറയുന്നത് ഒരു ഫാബ്രിക്കേറ്റഡ് മാസ്ക് ആയിരിക്കും. നുണകളാൽ കെട്ടിയുണ്ടാക്കപ്പെട്ട, ഞാൻ എപ്പോഴും പെർഫെക്റ്റ് ആണെന്നും എല്ലാരെക്കാളും സുപ്പീരിയർ ആണെന്നും എന്ന് പുറത്തു കാണിക്കുന്ന, എന്നാൽ ഉള്ളിൽ വളരെ ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു ഷെയിം ഒളിപ്പിച്ച ഒരു സെൽഫ് ആയിരിക്കും ഇവർക്കുണ്ടാവുക. ഈ കള്ളം കൊണ്ടുണ്ടാക്കിയ മുഖംമൂടി, ഈ നെഗറ്റീവ് ആയിട്ടുള്ള മുഖംമൂടി, ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മുഖംമൂടി അണിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന നാർസിസ്റ്റുകൾ എപ്പോഴും അവരുടെ ടാർഗറ്റുകളെ ഗ്യാസ്ലൈറ്റ് ചെയ്തും, അതായത് പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തിരുത്തി എഴുതിക്കൊണ്ട്, സ്ക്രിപ്റ്റുകളൊക്കെ ഇവർക്ക് അനുകൂലമായി മാറ്റി എഴുതിക്കൊണ്ടായിരിക്കും ഇവരെപ്പോഴും വിക്ടിമിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിലെ ഗ്യാസ്ലൈറ്റിങ്ങും ഈ റിവിഷനിസ്റ്റ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു കാര്യം, ഈ റിവിഷനിസ്റ്റ് ഹിസ്റ്ററി മുമ്പ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാനിപ്പോൾ പറയാം. എന്ന് പറയുന്നത് ഇവര് സംഭവങ്ങൾ അവർക്ക് അനുകൂലമായിട്ട് മാറ്റി എഴുതുന്ന പരിപാടിയാണ്. ശരിക്കും സംഭവിച്ചിട്ടുള്ള
സംഭവത്തിൽ ഇവരായിരിക്കും അബ്യൂസർ, നിങ്ങളായിരിക്കും വിക്ടിം. പക്ഷേ ഇവരത് പിന്നീട് നിങ്ങളടുത്ത് പറയുന്നത് അവരായിരുന്നു വിക്ടിം, നിങ്ങളാണ് അബ്യൂസർ എന്നുള്ള രീതിയിലായിരിക്കും ആ സിറ്റുവേഷൻ മൊത്തം ഇവർ റീറൈറ്റ് ചെയ്ത് പറയുന്നത്. ഈ ടാക്ടിക്കുകൾ ഇവരുടെ അടുത്ത് ചെലവാവില്ല എന്നുള്ളതാണ്. അതായത് ഒരു റാഡിക്കൽ ട്രൂത്ത് ടെല്ലർ ആയിട്ടുള്ള ആള് എപ്പോഴും അവരുടെ സെൽഫിനെ അവർക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കും. അവർ ശരിയായിട്ടുള്ള പാതയിൽ തന്നെ മുന്നേറുന്നവരാണെന്നും ശരിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാണെന്നും. കാരണം അവരെപ്പോഴും അതിനൊരു എവിഡൻസ് സൂക്ഷിക്കും എന്നുള്ളതാണ്. അവരെല്ലാം ഡോക്യുമെന്റ് ചെയ്ത് സൂക്ഷിക്കും, റെസിപ്റ്റ് സൂക്ഷിക്കും. അതുകൊണ്ട് തന്നെ ഫാക്ച്വൽ ആയിട്ടുള്ള മറുപടി ആയിരിക്കും അവർ തിരിച്ചു പറയുന്നത്. അവിടെ നാർസിസ്റ്റിന് ഒരു മറുപടിയും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഇത് നാർസിസ്റ്റുകളെ ഭയപ്പെടുത്തുന്നത്? ഈ ഫാക്ട് ചെക്കർ ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് അയാൾ എല്ലാ സത്യങ്ങളും ഒരു മിറർ എന്നുള്ള രീതിയിൽ നാർസിസ്റ്റിന് നേരെ ഇങ്ങനെ പിടിച്ചു കാണിക്കുമ്പോൾ നാർസിസ്റ്റിന്റെ മാസ്ക് അപ്പോൾ തന്നെ താറുമാറായി പോകും. ഇവിടെ നാർസിസ്റ്റിന് നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞ പോലെ നാർസിസ്റ്റിക് ഇഞ്ചുറി ഉണ്ടാകുന്നു. ചില എക്സ്ട്രീം കേസസിൽ നാർസിസ്റ്റിക് മോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകുന്നു. ഇത് എന്താണെന്ന് വെച്ചാൽ അങ്ങേയറ്റം ഇന്റൻസ് ആയിട്ടുള്ള, ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു നാണക്കേട് നാർസിസ്റ്റിന് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവിടെ അവരുടെ ഓൺലി ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടുക, മാറുക എന്നുള്ളതായിരിക്കും. കാരണം അവർ നീട്ടിപ്പിടിച്ചിരിക്കുന്ന കണ്ണാടി സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. ഇതിനൊരു റിയൽ ലൈഫ് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആള് ഓണർ ആയിട്ടിരിക്കുന്ന ഒരു ജോലി സ്ഥലത്തെ കാര്യം പറയാം. അയാൾ ബോസ് ആയിട്ടിരിക്കുന്ന ആള് അയാൾ ഒരു ടീം മീറ്റിംഗിൽ പറയുകയാണ്, ഈ പറയുന്ന വ്യക്തിയോട്, ഈ ഫാക്ട് ചെക്കർ ആയിട്ടുള്ള വ്യക്തിയോട് പറയുകയാണ്, ഇവൻ കാരണമാണ് ഈ പ്രോജക്റ്റ് ഫെയിൽ ആയത്, ഇവൻ കാരണമാണ് ഇത് കംപ്ലീറ്റ്ലി താറുമാറായത്, അതുകൊണ്ട് ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഇവനാണ് എന്ന് പറഞ്ഞ് ഫാക്ട് ചെക്കർ ആയിട്ടുള്ള ആളിനെ ഇത്തരത്തിൽ ആരോപിക്കുകയാണെങ്കിൽ അവരപ്പോൾ തന്നെ സിമ്പിൾ ആയിട്ട് അവരുടെ ഇമെയിൽ ഓപ്പൺ ചെയ്തിട്ട് അവർ പറയും, സാറ് ഈ ദിവസം മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, എനിക്കിതാ ജൂലൈ 4 തീയതി സാറ് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യാം, നമുക്ക് ഇങ്ങനെ പോയാൽ മതി, ഇതെന്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞിട്ട് സാറ് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. പൂർണ്ണമായിട്ട് സാറിന്റെ തീരുമാനമായിരുന്നു ഇതെന്നുള്ളതിനുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ക്ലിയർ കട്ടായിട്ട് ഇയാളുടെ ഇൻസ്ട്രക്ഷനോടുകൂടി തന്നെയാണ് ഇത് ചെയ്തത് എന്നുള്ളതിന്റെ തെളിവാണ് ഇയാളുടെ കയ്യിലിരിക്കുന്നത്. അതെല്ലാവരും കാണുകയും ചെയ്യും. ഈ നാർസിസ്റ്റുകൾക്ക് അങ്ങേയറ്റം ഒരു ഷെയിം ഉണ്ടാവുകയും ചെയ്യും. ഈ നാർസിസ്റ്റ് പെട്ടെന്ന് അവിടെ നിന്ന് ബാക്ക് ഔട്ട് ആവും. അവർക്ക് കാരണം ഈ ഷെയിം ഭയങ്കരമായിട്ട് ഇവരെ അധികം ബാധിക്കും. കാരണം സത്യം എല്ലാവരും അറിഞ്ഞല്ലോ, എല്ലാവരുടെ മുമ്പിൽ വെച്ചാണല്ലോ ഇത് കാണിക്കുന്നത്. അപ്പൊ ഇനി ആ വ്യക്തിയെ ബ്ലെയിം ചെയ്യാതെ സബ്ജക്ട് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും സബ്ജക്റ്റിലോട്ട് മാറ്റി വിടുകയും പിന്നെ ഇയാളെ ടാർഗറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യും ഈ നാർസിസ്റ്റ്. മൂന്നാമത്തേത് ഹൈലി ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ടുള്ളവരും സെക്യൂർലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബൗണ്ടറീസ് ഉള്ളവരും. ഇവരെ ട്രാപ്പ് ചെയ്യാൻ നാർസിസ്റ്റുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഈ മൂന്നാമത്തെ ആളെന്ന് പറയുന്നത്, നാർസിസ്റ്റുകൾ ഫ്രൈറ്റൻഡ് ആവുന്ന മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ഹൈലി ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ടുള്ള എന്നാൽ വളരെ സെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈലും ഉള്ള ആൾക്കാരായിരിക്കും. ഇതിന് പിന്നിലെ സൈക്കോളജി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അറ്റാച്ച്മെന്റ് തിയറിയും ട്രോമ ബോണ്ടിങ്ങും ആദ്യം മനസ്സിലാക്കണം. ഈ നാർസിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ അവരുടെ വിക്ടിംസിനെ ട്രാപ്പ് ചെയ്യുന്നത് ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോൾ ഐഡലൈസേഷന്റെ സമയത്ത് ലവ് ബോംബിംഗ് ചെയ്തുകൊണ്ടും പിന്നീട് ഡിവാലുവേഷൻ നടക്കുന്ന സമയത്ത് ഇവരെ അബ്യൂസ് ചെയ്തുകൊണ്ടും ആയിരിക്കും. പിന്നീട് ഈ അബ്യൂസ് സഹിക്കാൻ വയ്യാതെ വിക്ടിം ഇവരിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ഇവർ വീണ്ടും അവരുടെ മാനിപ്പുലേറ്റീവ് ടാക്ടിക്സും ലവ് ബോംബിങ്ങും തിരിച്ചു കൊണ്ടുവന്ന് ഈ ട്രോമ ബോണ്ടിലുള്ള വ്യക്തിയെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരും. ശരിക്കും ഈ മാനിപ്പുലേറ്റീവ് ടാക്ടിക്സ് ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്നത് ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ള കോഡിപെൻഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആളുമായിട്ടായിരിക്കും. കാരണം അത്തരത്തിലുള്ള മനുഷ്യർ ഈ നാർസിസ്റ്റിന്റെ അബാൻഡൻമെന്റ് വളരെയധികം പേടിക്കുന്നവരാണ്. എത്രയൊക്കെ ഈ നാർസിസ്റ്റ് അവരെ അബ്യൂസ് ചെയ്താലും അവരുടെ ഉള്ളിൽ ഈ നാർസിസ്റ്റ് എന്നെ ഇട്ടിട്ട് പോകുമോ എന്നുള്ളൊരു പേടി വരും. ആ പേടി കാരണം ഇവരുടെ ലവ് എങ്ങനെയെങ്കിലും വിൻബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം ആങ്ഷ്യസ് ആയിട്ടുള്ള കോഡിപെൻഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആൾക്കാർ വീണ്ടും ഇവരുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലും. അങ്ങനെ അവിടെ ഒരു ഇന്റർമിറ്റന്റ് റീഇൻഫോഴ്സ്മെന്റ് സംഭവിക്കും. നാർസിസ്റ്റ് വീണ്ടും തന്റെ പഴയ പണി തുറന്നുകൊണ്ടേയിരിക്കും. റിലേഷൻഷിപ്പ് അബ്യൂസീവ് ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്നാൽ ഇവിടെ ഒരു സെക്യൂർലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് അവർക്ക് അവരുടെ സെൽഫ് വർത്തിൽ വളരെയധികം വലിയ വിശ്വാസമുണ്ട്, വളരെയധികം സ്ട്രോങ് കോൺഫിഡൻസ് ഉണ്ട്. അവർക്ക് അവർ വാല്യൂബിൾ ആണ് എന്നറിയാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണൽ വാലിഡേഷന്റെ ആവശ്യമില്ല. പുറത്തുനിന്ന് വേറൊരാൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. വേറൊരു വ്യക്തിയും ഇവരുടെ വർത്ത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവർക്ക് തന്നെ അറിയാം അവരുടെ സ്ട്രെങ്ത് എന്താണെന്നും അവർക്ക് എത്രത്തോളം അവർ വാല്യൂബിൾ ആണെന്നും. ഇത്തരത്തിലുള്ള ആൾക്കാർ നാർസിസ്റ്റുകളെ അങ്ങേയറ്റം പേടിപ്പെടുത്തും. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർ നാർസിസ്റ്റുകളെ പേടിപ്പെടുത്തുന്നത്? ഈ സെക്യൂർലി അറ്റാച്ച്ഡ് പേഴ്സണ് വളരെ റിജിഡ് ആയിട്ടുള്ള, വളരെ നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ടായിരിക്കും. ഈ നാർസിസ്റ്റ് ആയിട്ടുള്ള ആള് ഈ റിലേഷൻഷിപ്പ് തുടങ്ങി ഐഡിയലൈസിങ് കഴിഞ്ഞ് ഡിവാലുവേഷനിലേക്ക് കടക്കുമ്പോൾ ഇവരെ അബ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ നാർസിസ്റ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ, അത്തരത്തിൽ എന്തെങ്കിലും ഇവരോട് കാണിച്ചു കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു അവസരം ഇവരോട് കൊടുക്കില്ല. പിന്നീട് ഈ നാർസിസ്റ്റ് ടാക്ടിക്സ് എടുക്കുമ്പോൾ ഇവർ തിരിച്ചു ചെല്ലാൻ വേണ്ടിയിട്ടുള്ള വിഡ്രോവൽ ഇവരെടുത്ത് തിരിച്ച് ഇവരെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാനുള്ള ടാക്ടിക്സ് കാണിക്കുമ്പോൾ ആ ടാക്ടിക്സിൽ ഇവരൊരിക്കലും വീഴില്ല. കാരണം ഇവരവിടെ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഡിവാലുവേഷൻ വരുമ്പോൾ തന്നെ ഇവരുടെ തനി രൂപം ഇവർക്ക് മനസ്സിലാവും. ഇവർ ഈ നാർസിസ്റ്റുകളുടെ ടോക്സിക് ട്രേറ്റ് ഇവർക്ക് പെട്ടെന്ന് പിടികിട്ടും. അതുകൊണ്ട് തന്നെ ഒരു നോ പറഞ്ഞ് ഇവരങ്ങ് പോകും. നാർസിസ്റ്റ് അവിടെ മനസ്സിലാക്കും, എനിക്കിവിടെ സീറോ കൺട്രോൾ ആണുള്ളത്, എനിക്കിവിടെ ഒരു സ്വാധീനവും ഉപയോഗിച്ച് ഈ വ്യക്തിയെ ട്രോമ ബോണ്ടഡ് ആക്കാൻ കഴിയില്ല എന്ന് നാർസിസ്റ്റിന് നന്നായിട്ട് ബോധ്യപ്പെടുകയും അയാൾ എത്രയും പെട്ടെന്ന് വിഡ്രോൺ ആയിട്ട് വേറെ ടാർഗറ്റിലേക്ക് പോവുകയും ചെയ്യും. ഇനി ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞ എന്തുകൊണ്ടാണ് നമ്മൾ ഇത് അറിയണം, നിങ്ങൾ എല്ലാവരും ഇത് അറിയണം
അറിയണം എന്ന് പറഞ്ഞ എൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, എന്നിട്ട് ഞാൻ എന്താ ട്രാപ്പായത്, ഞാൻ ട്രാപ്പായല്ലോ, ഞാൻ ഇവരുടെ അടുത്ത് പെട്ടല്ലോ, ഞാൻ വീണ്ടും ട്രോമ ബോണ്ടിങ്ങിൽ തന്നെ ഇത്രയും കാലം കണ്ടിന്യൂ ചെയ്തല്ലോ, അപ്പൊ എനിക്ക് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയല്ലേ ഞാൻ, എനിക്കിതൊന്നും ആവാൻ പറ്റില്ലേ. ഇങ്ങനെ നിങ്ങൾ കുറെ കാലം നാർസിസിസ്റ്റിന്റെ ട്രാപ്പിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീക്ക് അല്ല എന്നിവിടെ പറയുകയാണ്. ഒരിക്കലും വീക്ക് അല്ല. ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ നാർസിസ്റ്റുകൾ എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് എംപതറ്റിക് ആയിട്ടുള്ള, ഇവർക്ക് മാപ്പ് കൊടുക്കുന്ന, ഡീപ്ലി കെയറിംഗ് ആയിട്ടുള്ള മനുഷ്യരെയായിരിക്കും. നിങ്ങളുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രേറ്റ് ആണ് എംപതി എന്ന് പറയുന്നത്. പക്ഷേ ആ എംപതി ഇവിടെ ഒരു ഇരപിടിയനാൽ, ഒരു പ്രെഡേറ്ററാൽ, ഒരു നാർസിസ്റ്റാൽ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. മേൽപ്പറഞ്ഞ 3 ടൈപ്പ് ഓഫ് ആൾക്കാരെ പറ്റി നിങ്ങൾ അറിയുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരേ ഒരു കാര്യമാണ്, നിങ്ങൾക്കും ഇതുപോലെ ഒരാളാകാൻ കഴിയും. നാർസിസ്റ്റിക് അബ്യൂസിൽ നിന്ന് ഹീലാവുക എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് എസ്കേപ്പായി വരിക എന്നുള്ളതല്ല. നിങ്ങളുടെ സൈക്കോളജിക്കൽ ഡിഫൻസ് മെക്കാനിസം ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുകയാണ് ഈ ഒരു പ്രോസസ്സിനിടയ്ക്ക് സംഭവിക്കുന്നത്. ഗ്രേ റോക്ക് മെത്തേഡ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ആദ്യം പറഞ്ഞ ഇൻഡിഫറൻറ്റ് ഒബ്സർവർ ആവാനായിട്ട് കഴിയും. നിങ്ങളുടെ മെമ്മറിയിൽ വിശ്വസിക്കുന്നതിലൂടെ, നിങ്ങളുടെ റിയാലിറ്റി ശരിയാണെന്ന് വിശ്വസിക്കുന്നതിലൂടെ, എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റ് ചെയ്ത് സൂക്ഷിക്കുന്ന ശീലം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ, രണ്ടാമത് പറഞ്ഞ ഫാക്ട് ചെക്കറായി മാറാനും നിങ്ങൾക്ക് കഴിയും. മൂന്നാമത് പറഞ്ഞ സെക്യൂർലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആവാൻ വേണ്ടിയിട്ടാണെങ്കിലോ, നിങ്ങളുടെ കോർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ തെറാപ്പിയിലൂടെ ഹീലാക്കിക്കൊണ്ട്, ഇരുമ്പ് പോലുള്ള ബൗണ്ടറികൾ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ വെച്ചുകൊണ്ട്, അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെക്യൂർലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവാനും കഴിയും. ഇത് ഏത് മൊമെന്റിലാണോ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ, ആ മൊമെന്റ് മുതൽ നാർസിസ്റ്റുകൾ നിങ്ങളെ ത്രെട്ടായിട്ടായിരിക്കും കാണാൻ തുടങ്ങുന്നത്. നിങ്ങളെ ഒരിക്കലും ഒരു സപ്ലൈ ആയിട്ട് നാർസിസ്റ്റുകൾ കാണില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾ 3 തരത്തിലുള്ള ആൾക്കാരെ പറ്റിയിട്ട് പറയുന്നതിലൂടെ നിങ്ങൾക്കും അതാകാൻ കഴിയും എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ്, നിങ്ങൾക്കത് കംപ്ലീറ്റ്ലി അച്ചീവ് ചെയ്തുകൊണ്ട് ഇവരെ പൊട്ടിക്കാനായിട്ടുള്ള കഴിവ് നിങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഈ വീഡിയോയുടെ മെസ്സേജ് ആയിട്ട് എനിക്ക് പറയാനായിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു തരത്തിലും ഇനി സപ്ലൈ കൊടുക്കരുത്. എല്ലാ ഫാക്ട്സും നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് സൂക്ഷിക്കുക. സെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. നാർസിസ്റ്റുകളുടെ ഈ ഹിഡൻ ഫിയേഴ്സിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ ധാരണ ഈ വീഡിയോയിലൂടെ കിട്ടിക്കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നും പ്രതീക്ഷിക്കുന്നു. അത്തരത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിച്ച് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഗ്രേ റോക്ക് മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ഇവരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു, ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പോലെ ഇവർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ, പേടിച്ചോടിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. എല്ലാവർക്കും ആ കമന്റ്സ് ഉപകാരപ്രദമാണ്. ടേക്ക് യുവർ പവർ ബാക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.